ജന്മാന്തരേ ഭവയത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ. നമ്മുടെ ഈ ഒരു ജന്മത്തിൽ കിട്ടിയതായ പുണ്യം കൊണ്ട് മാത്രമല്ല, അനേകം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തതായ പുണ്യം കൊണ്ട് മാത്രമേ ഏതൊരുവനും ശ്രീമദ് ഭാഗവതം കേൾക്കാനോ അങ്ങനെയുള്ള ഒരു ഭാഗവതം നടത്തുന്നിടത്തേക്ക് എത്തിച്ചേരാനോ സാധിക്കുള്ളൂ. യാതൊരു സംശയവുമില്ല. കോടി ജന്മത്തിലെ പുണ്യം കൂടെയുള്ളവർക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഇടയാവൂ. സുദുർലഭം. മലയാളത്തിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല അല്ലേ? എത്രയോ കോടി ജന്മങ്ങളിൽ ചെയ്തതായ പുണ്യം കൊണ്ട് മാത്രമേ ഏതൊരുവനും ഈ ഒരു ഇങ്ങനെയുള്ള സത്സംഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും സുഹൃതികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ഉള്ള ആൾക്കാർ എന്ത് വേണം? ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കണം. സത്സംഗസ്തു ദുർലഭോഗം യോമോഘശ്ച ദുസ്സംഗ ത്യാജ്യ എന്നാണ് നാരദ ഭക്തി സൂത്രം. സത്സംഗം എന്ന് പറയുന്നത് ദുർലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് അല്ലേ? എല്ലാവർക്കും കിട്ടില്ല. അത് കുറച്ച് ഭാഗ്യവാൻ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ വന്ന് ഈ സത്സംഗത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ദുർലഭമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ എത്ര കണ്ട് കിട്ടുമോ ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത? അനേകം ജന്മങ്ങൾ ജനിച്ച് അതിൽ ഈച്ചയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിച്ച് അതിൽ നിന്ന് പ്രമോഷൻ കിട്ടിയിട്ട് ഉയർന്ന കർമ്മപ്രാരബ്ധങ്ങളെ അവസാനിപ്പിച്ചിട്ടാണ് ഈ ഉയർന്ന മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. എന്താ ഈ ഉയർന്ന മനുഷ്യജന്മം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം, ഈ ഉയർന്ന ഈ ഒരു മനുഷ്യജന്മത്തിൽ മാത്രമേ ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. മറ്റുള്ള ജന്മങ്ങളിൽ അത് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് വേണ്ടത്. അതാണ് ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം. വിശേഷ ബുദ്ധിയുള്ളതായ ഈ മനുഷ്യജന്മം ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അതിനെന്ത് വേണം? സത്സംഗമാണ് നേടിയെടുക്കേണ്ടത്. സജ്ജനങ്ങളുമായിട്ടുള്ളതായ സംസർഗം. അതുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഏതൊരുവനും ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദുസ്സംഗ ത്യാജ്യ. ദുസ്സംഗം, ദുർജനങ്ങളുമായിട്ടുള്ളതായ കൂട്ടുകെട്ട് ജീവിതത്തിൽ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിലോ അധപ്പതനമാണ് ഫലം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ